ഗേൾസ് അച്ഛമ്മ പറശ്ശിന് പോവാണ് ഗേൾസ്. അച്ഛമ്മ പുതിയ ഫോണിലെ ആദ്യത്തെ വീഡിയോ. ഇങ്ങോട്ട് നോക്ക് നിങ്ങൾ. നോക്കട്ടെ നിങ്ങൾ. ക്യാമറേൻ്റെ ഉള്ളിൽ നിന്ന് എന്തെല്ലോ പറയുന്നുണ്ട്. നിങ്ങളെൻ്റെ ഇടം തിരിച്ചു പറ. ഇനി അച്ഛമ്മ മാത്രമേ എത്തിയിട്ടുള്ളൂ. എനിക്ക് ഉറപ്പേനു വേറെ ആരും എത്തൂല. തിരക്കും പിടിച്ച് വന്നു. അച്ഛമ്മ നട്ട പറമ്പിൽ അച്ഛമ്മ നട്ട കപ്പ മോളത്തെ ഏറ്റവും മോളത്തെയാ. ഇതാണ് ഗൈസ് അച്ഛമ്മ നട്ടത്. അതാണ് പോയി നോക്കിയ അങ്ങ് കയറിപ്പോണ്ട മൊഴിയോ. തികച്ചും കാർഷിക വൃത്തിയെ എന്താണ് പറയുക, കാർഷിക വൃത്തിയെ ജീവിക്കുന്ന ഒരു സമൂഹമാണിത്. ഇതാണ് ഗൈസ് നമ്മുടെ കാവ്. കാവ് എന്ന് ഞാൻ പറയുന്നില്ല. കാവ് എന്ന സങ്കല്പം വേറെ, അമ്പലം എന്ന സങ്കല്പം വേറെ. ഈ ഒരു ക്ഷേത്ര സംസ്കാരം പൂർണ്ണമായും ക്ഷേത്ര സംസ്കാരമായി മാറിയ ഒരു കാവ്. പണ്ടിതൊരു കാവായിരുന്നു. ഫുൾ കാടായിരുന്നു. കാവുകൾ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്തിനാണ്? എന്തിനാ അച്ഛമ്മ കാവുകളായി തന്നെ വേണം എന്ന് പറയുന്നത്? ഇത് പണ്ട് കാവല്ലേനോ അല്ലേ? പണ്ട് കാവ് മണ്ഡപം. ഇതിൻ്റെ പേരെന്താ? മണ്ഡപം, കാവ്. ഇതൊരു കാവേനു. അതായത് ഒരു വലിയ കാട്ടിൻ്റെ ഇടയിൽ ഒരു അമ്പലമായിരുന്നു. അതിപ്പം ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് അതൊരു ക്ഷേത്രമാക്കി മാറ്റി. മണ്ഡപം ക്ഷേത്രം. എൻ്റെ അച്ഛമ്മയ്ക്ക് വിവരമില്ല, അതുകൊണ്ട് ഞാനും പറയുന്നില്ല. എൻ്റെ അച്ഛമ്മ എന്താ പൊട്ടത്തരം പറയുന്നത്? നിങ്ങളൊക്കെ ജനിക്കുമ്പോഴേ ഒരു മാങ്ങയുണ്ട്. നിങ്ങളൊക്കെ ജനിക്കുമ്പോഴേ ഉള്ളതാണ്. അന്നേരത്തെ ഒരു കാട്ടിനുള്ളിലൊരു അമ്പലമായിരുന്നു. അമ്പലം തന്നെ ഞാനും പറഞ്ഞു. അതൊരു കാവായിരുന്നു. ഇതെന്തേനും പൂവ്? മറ്റേ പൂവ്. ഈ പൂവ് എന്താണ് ഗൈസ്? അയ്യോ, ആ പൂവിൻ്റെ കൈ എത്തുന്നില്ല. എൻ്റെ ബാഗിലെടുത്തിട്ട് പോകുന്ന ഗൈസ്. somebody is walking over there. അവിടെ നിന്ന് ആരോ പണിയെടുക്കുന്നുണ്ട്. അല്ലീൻ്റെ ഗ്ലാസ്. മുത്തച്ചോ രാവിലെ വന്നാ? അച്ഛമ്മേലെ ഇവിടെ പോന്നെ പറശ്ശിനിക്ക്. ഇപ്പം പോവും. അതുകൊണ്ട് ഇവിടെ വന്ന് അച്ഛമ്മ പറഞ്ഞു നിങ്ങളായിരിക്കും. എന്നാലേ നടക്കട്ടെ. നല്ല സ്റ്റേജ്. ഇവിടെ കിണറുണ്ട്. വണ്ടി വന്ന് ഗായ്സ്. അല്ല, അത് കാറാണ്. ബിജു ചേട്ടൻ്റെ കാറാന്ന് തോന്നുന്നല്ലോ. അച്ഛനെ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട് ഗൈസ്. ഇളങ്കരുവൻ പൂതാടി തെയ്യങ്ങളാണ് അമ്പലത്തിൽ കെട്ടിയാടുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. തെയ്യം കാണാൻ വേണ്ടി അവരൊക്കെ വേണ്ടിയിട്ടുണ്ടായിരുന്നു. 2-3 ആൾക്കാർ വരുന്നുണ്ട്. എന്നെ അച്ഛമ്മ വിളിച്ചതാണ്. ബട്ട് എനിക്ക് എന്തോന്ന് പോകാൻ തോന്നിയില്ല. ദാറ്റ്സ് ആൾ. നമ്മുടെ ആടിൻ്റെ ഒക്കെ വന്നിട്ടുണ്ട്. ജിയേട്ടൻ്റെ അമ്മയും മക്കളും. ഈ പ്രതിഭാസം എന്താണെന്നറിയാം ഗൈസ്? ഉണങ്ങിയ ചന്ദനം മഞ്ഞ് തപ്പി മഞ്ഞ് വെള്ളത്തിൽ പൈപ്പ്. എൻ്റെ അച്ഛനെ പൈപ്പിനൊന്നും തരൂല. മഞ്ഞ് തപ്പി ഇറങ്ങുകയാണ് ഗൈസ് ഈ ചൂടത്ത്. മഞ്ഞ് ഉരുകി അച്ഛമ്മേ. അത് പ്രകാശം കിട്ടി ഗൈസ്. ചന്ദനം മഞ്ഞിലുരച്ചു കൊള്ളുന്നു. മഞ്ഞൊന്നും പറ്റില്ല. ലാസ്റ്റ് നായത്തോട്ടത്തിലൊക്കെ കേട്. എല്ലാം പോയി.
ഓന് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചപ്പോരെ. പിന്നെ രാവിലെ വന്നിട്ട് ചന്ദനത്തിൽ രാവിലെ അല്ല, ഇന്നലെ വൈകിട്ട് അവിടെ വെള്ളം ഒഴിച്ച് വെക്കണ്ടേ. രാവിലെ എല്ലാവരും വന്ന് പരിപ്പ് പിന്നെ പയർ കുതിർക്കാൻ വെച്ചതാ, പിന്നെ പച്ചരിയാ. എൻ്റെ അച്ഛമ്മ കാണാൻ ഏതോ ദുഷ്ട ഒരു തുള്ളി പോലും ബാക്കി വെച്ചിട്ടില്ല. വല്ലാതെ കുപ്പി വെള്ളത്തിൽ നിന്നും അവർ തൊടുന്നത്. അച്ഛമ്മ വെള്ളം പോലും എടുക്കണ്ടെന്ന് പറഞ്ഞു. ഹലോ, കുറുക്ക് മാങ്ങ. ഞാനിത് നോക്കിയപ്പോഴെനിക്ക് തോന്നി ഫ്രഷ്. ഓക്കെ, ഹാപ്പി ജേണി അച്ഛമ്മ, ഹാപ്പി ജേണി. ശിവകാമി ടൂർസ് ആൻഡ് ട്രാവൽസ്, പേരാവൂർ. വണ്ടി കൃത്യസമയത്ത് തന്നെ വന്നു. പക്ഷേ അമ്പലം ചെറുതായി മാറിപ്പോയി, കാവ് ചെറുതായി മാറിപ്പോയി, വേറെ ഏതോ കാവ് പോയി. ഓക്കെ, ബൈ ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.